മൂന്നാമത്തെ നാടോടിയുടെ കഥ. മൂന്നാമൻ തൻ്റെ കഥ പറയുവാൻ തുടങ്ങി. എൻ്റെ കണ്ണ് പോയത് വിധിവശാലല്ല, എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ്. ഞാനൊരു രാജാവാണ്. എൻ്റെ പിതാവ് കാസിബാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ രാജ്യാവകാശിയായി. എനിക്ക് സമുദ്രത്തോട് വലിയ കമ്പമായിരുന്നു. എൻ്റെ നഗരം കടലിനരികിലായിരുന്നു. പല ദ്വീപുകളും എൻ്റെ കീഴിലായിരുന്നു. ഒരു ദിവസം ദ്വീപുകൾ സന്ദർശിക്കാൻ കപ്പലിൽ പുറപ്പെട്ടു. ഞങ്ങളുടെ യാത്രക്കിടയിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റ് ശമിച്ച് യാത്ര തുടർന്നെങ്കിലും ഞങ്ങൾ കരകാണാ കടലിൽ അകപ്പെട്ടു. കപ്പിത്താൻ കപ്പലിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അയാൾ ഭയാക്രാന്തനായി ഉറക്കെ അലമുറയിട്ടു. കാരണം ചോദിച്ചപ്പോൾ അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. 11 ദിവസമായി നാം കര അന്വേഷിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോൾ ദൂരെ കാണുന്നത് കറുപ്പും വെളുപ്പും കലർന്ന ഒരു സാധനമാണ്. ആ സ്ഥലം ഏതാണെന്നോ? കറുത്ത പാറദ്വീപുകൾ. അത് വിനാശകരമായ മാന്ത്രിക ശക്തിയുള്ള പർവ്വതമാണ്. ആ പർവ്വതം ഇരുമ്പ് സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ആകർഷിക്കും. നമ്മുടെ കപ്പലും ഉടനെ അവിടേക്ക് ആകർഷിക്കപ്പെടും. ആ പർവ്വതത്തിന് മുകളിൽ ഒരു പിച്ചള താഴികക്കുടമുണ്ട്. അതിന്മേൽ ഒരു പിച്ചള കുതിരപ്പുറത്ത് കയറി നിൽക്കുന്ന സവാരിക്കാരൻ്റെ രൂപം കാണാം, കയ്യിൽ വാളുമായി. അവൻ അവിടെ ഉള്ളിടത്തോളം കാലം എല്ലാ കപ്പലുകളും ആ പാറയിൽ ചെന്നിടിച്ച് തകരും. ഞങ്ങളെല്ലാവരും ഗത്യന്തരമില്ലാതെ ദുർവിധിക്ക് കീഴടങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് പരസ്പരം ആശ്ലേഷിച്ചും വിലപിച്ചും നാഴികകൾ കഴിച്ചു. എല്ലാം കപ്പിത്താൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ മുങ്ങി. ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു. കാറ്റ് എന്നെ കരയ്ക്കെത്തിച്ചു. ഞാൻ പർവ്വതത്തിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങി. മുകളിൽ താഴികക്കുടത്തിന് നേരെ ചെന്ന് ഞാൻ മുട്ടുകുത്തി ആ സവാരിക്കാരനോട് നന്ദി പറഞ്ഞു. ക്ഷീണം കൊണ്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാനൊരു ശബ്ദം കേട്ടു. നീ എണീക്കുമ്പോൾ നിന്റെ കാൽച്ചുവട്ടിലെ ഭൂമി കുഴിക്കണം. അവിടെ പിച്ചള കൊണ്ടുള്ള ഒരു വില്ലും ഈയം കൊണ്ടുള്ള അമ്പുകളും കാണും. ആ അമ്പെടുത്ത് ആ സവാരിക്കാരനെ എയ്തു കൊല്ലണം. അങ്ങനെ ലോകത്തെ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിയും. നീ അവനെ എഴുതു കഴിഞ്ഞാൽ അവൻ വെള്ളത്തിൽ വീഴും. ഉടനെ വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങും. നീ നിൽക്കുന്നിടത്ത് വരെ വെള്ളം പൊങ്ങും. അതിൽ കൂടെ ഒരു തോണിക്കാരൻ തോണിയുമായി എത്തും. നിനക്ക് അതിൽ കയറിപ്പോകാം. അവൻ നിന്നെ നിന്റെ രാജ്യത്തെത്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കാനേ പാടില്ല. ഞാൻ ഉണർന്നു. പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. അമ്പെയ്തു. കുതിരക്കാരനെ കൊന്നു. തോണിയിൽ കയറി ഞാൻ പുറപ്പെട്ടു. തോണിക്കാരൻ 10 രാത്രി തുഴഞ്ഞു. അകലെ ദ്വീപുകൾ കണ്ടു തുടങ്ങി. സന്തോഷം സഹിക്കവയ്യാതെ അശരീരി വാക്യത്തിലെ താക്കീത് മറന്ന് അല്ലാ എന്ന് വിളിച്ചുപോയി. ഉടനെ തോണിക്കാരൻ എന്നെ കടലിലേക്കെറിഞ്ഞു. ഞാൻ നീന്തി കുഴഞ്ഞു. ഒടുവിൽ വിധി ഒരു വലിയ തിരമാലയുടെ രൂപത്തിൽ വന്ന് എന്നെ കരയ്ക്കെത്തിച്ചു. ഞാനൊരു ദ്വീപിലെത്തി. അവിടെ കിടന്ന് ഞാൻ ഉറങ്ങി. ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ ദൂരെ നിന്ന് ഒരു കപ്പൽ വരുന്നതാണ് കണ്ടത്. ഇനി എന്താപത്താണാവോ എന്ന് കരുതി ഞാനൊരു മരത്തിൽ കയറി ഒളിച്ചു. കപ്പലിൽ നിന്ന് 10 അടിമകൾ ഇറങ്ങി. അവർ ദ്വീപിൽ കുഴിക്കാൻ തുടങ്ങി. അവസാനം ഒരു വാതിൽ കണ്ടു. അതവർ തുറന്നു. അവർ കപ്പലിലേക്ക് തിരിച്ചു പോയി. കുറേ റൊട്ടിയും വെണ്ണയും രുചിയേറിയ ഭക്ഷണ സാധനങ്ങളും വിലപിടിച്ച വസ്ത്രങ്ങളുമായി വീണ്ടും വന്നു. എല്ലാം ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടി അകത്താക്കി. അവസാനം നരബാധിച്ച ഒരു വൃദ്ധൻ സൂര്യബിംബം പോലെ തിളങ്ങുന്ന ഒരു സുന്ദരൻ കുട്ടിയുടെ കൈയും പിടിച്ച് കപ്പലിൽ നിന്നിറങ്ങി. ആ കുട്ടിയെ മാത്രം അറയ്ക്കുള്ളിലാക്കി അവരെല്ലാവരും തിരിച്ചുപോയി. അവർ പോയപ്പോൾ ഞാൻ ആ വാതിൽ തുറന്ന് താഴേക്കിറങ്ങി. കോവണിപ്പടി ഇറങ്ങിച്ചെന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ അനേകം പരവതാനികളും വിലപിടിച്ച അലങ്കാര വസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഹാളിൻ്റെ നടുവിൽ ആ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു.
എന്നെ കണ്ടപ്പോൾ അവൻ പേടിച്ചു. മോൻ പേടിക്കണ്ട, ഞാനും ഒരു രാജാവാണ്. നിന്നെ ഈ സ്ഥലത്ത് നിന്ന് രക്ഷിക്കാൻ വന്നതാണ്. അപ്പോൾ ആ കോമള ബാലൻ്റെ ഭയം നീങ്ങി. നേരോ രാജാവേ, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഞാൻ ഒരു ആഭരണ കച്ചവടക്കാരൻ്റെ മകനാണ്. വലിയ ധനികനാണ്. എൻ്റെ പിതാവ് എൻ്റെ ജനന സമയത്ത് ഒരു അശരീരി കേട്ടു. അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിക്കുമെന്ന്. അത് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. ജ്ഞാനികൾ പറഞ്ഞത് എന്നെ കാസിബിൻ്റെ മകൻ കൊല്ലുമെന്നാണ്. അതും ആ പിച്ചള മനുഷ്യനെ കടലിൽ വീഴ്ത്തിയതിൻ്റെ 40-ാം ദിവസം. 15 വയസ്സുവരെ ആളുകൾ എന്നെ പൊന്നുപോലെ നോക്കി. പിച്ചള കുതിരക്കാരൻ കടലിൽ വീണു എന്ന വാർത്തയറിഞ്ഞ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് ജരാനര ബാധിച്ച് പടുകിഴവനായി. എൻ്റെ അച്ഛനമ്മമാർ കാസിബിൻ്റെ മകൻ കണ്ടുപിടിക്കാതിരിക്കാൻ എന്നെ ഇതിൻ്റെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. കുട്ടിയുടെ കഥ കേട്ടിട്ട് എനിക്ക് വലിയ വ്യസനം തോന്നി. ജ്യോതിഷത്തിൽ പുച്ഛവും. എൻ്റെ മോനെ, നിന്നെപ്പോലെ ഒരു പിഞ്ച് പൂവിനെ കശക്കിക്കളയാൻ ആരും വരില്ല. ഞാനിവിടെ 40 ദിവസം നിന്നെ കാത്തിരുന്നോളാം. അവന് സന്തോഷമായി. ആ രാത്രി ഞങ്ങൾ സുഖമായി ഉറങ്ങി. 40-ാം ദിവസം വരെ ഞങ്ങളങ്ങനെ തിന്നും കുടിച്ചും പരമാനന്ദമായി കഴിച്ചു. 40-ാം ദിവസം എത്തി. അവൻ്റെ അച്ഛൻ അന്നെത്തും. ഞാൻ അവനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കി. ഉറങ്ങി എഴുന്നേറ്റ അവന് എന്തെങ്കിലും തിന്നണമെന്നായി. ഞാൻ നല്ലൊരു കുമ്മട്ടിക്ക തിരഞ്ഞെടുത്തു. അത് മുറിക്കാനായി അവൻ ഇരിക്കുന്നതിനടുത്ത് മുകളിൽ വച്ചിരുന്ന കത്തിയെടുക്കാൻ തുനിഞ്ഞു. അവൻ പെട്ടെന്ന് തമാശയ്ക്ക് എൻ്റെ കാൽ പിടിച്ച് വലിച്ചു. കത്തിയുമായി ഞാൻ അവൻ്റെ മേൽ വീണു. എങ്ങനെയാണത് പറയുക? വിധിയുടെ ക്രൂരത ഭയങ്കരം തന്നെ. അവൻ്റെ മേൽ കത്തി കുത്തി കയറി. രക്തപ്രവാഹത്തിൽ അവൻ കിടന്ന് പിടച്ചു. അവൻ എന്നോട് വിട ചോദിച്ചു. എൻ്റെ സങ്കടം നിങ്ങൾക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ല. ഞാൻ സ്വയം മരിക്കുവാൻ കൂടി തയ്യാറായിരുന്നു. പക്ഷേ എൻ്റെ ആയുസ്സിന് പിന്നെയും നീളമുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരുവിധം കോണിപ്പടി കയറി തിരിച്ചു പോന്ന് ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. കപ്പലെത്തി. വൃദ്ധരാജാവ് കരയ്ക്കിറങ്ങി. അദ്ദേഹം മകൻ്റെ പേര് വിളിച്ചുകൊണ്ട് അക്ഷമനായി അകത്തേക്ക് ഓടി. ബോധം കെട്ട രാജാവിനെയും മകൻ്റെ ജഡവുമേന്തി അടിമകൾ പുറത്തു വരുന്നതേ പിന്നെ കണ്ടുള്ളൂ. അവർ കപ്പലിൽ കയറിപ്പോയി. ഞാൻ താഴെ ഇറങ്ങി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കടലിലെ വെള്ളം തീരെ ഇറങ്ങി. അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മറുകരയിലേക്ക് നടന്നു. ദൂരെ ഒരു ചുവന്ന വെളിച്ചം കണ്ടു. അത് മൃഗങ്ങളെ ചുടുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് സന്ധ്യാസൂര്യൻ്റെ ചുവന്ന രശ്മികൾ തട്ടി നിൽക്കുന്ന പിച്ചള കൊണ്ടുള്ള കൊട്ടാരമാണ് അതെന്ന്. ഞാൻ അതിൻ്റെ ഗംഭീര ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ 10 ചെറുപ്പക്കാർ ഒരു കവാടം തുറന്ന് ഇറങ്ങി വന്നു. 10 പേരുടെയും ഇടത് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. പൊക്കമുള്ള ഒരു വയസ്സനാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അയാൾക്കു മാത്രം കാഴ്ചയുണ്ടായിരുന്നു. അവരെന്നെ സ്വീകരിച്ചു. ഞാൻ അവരോട് എൻ്റെ കഥ പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ വിശാലമായ ഒരു ഹാളിലെത്തി. അവിടെ 10 പരവതാനികളിലായി 10 കിടക്കകൾ. 11ാമത്തേതിൽ കിടക്കയില്ലായിരുന്നു. അതിൽ ആ വയസ്സനിരുന്നു. ചെറുപ്പക്കാരും ഓരോന്നിലിരുന്നു. നിങ്ങൾക്കും ഇവിടെ ഇരിക്കാം, പക്ഷേ ഇവിടെ കാണുന്നതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്. കുറച്ച് കഴിഞ്ഞ് വയസ്സൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം തന്നു. അത് കഴിഞ്ഞ് വൃദ്ധനകത്തു പോയി കുറേ പരന്ന പാത്രങ്ങൾ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വച്ചു. 10 പേരും അവയുടെ മൂടി അഴിച്ചെടുത്തു. അതിൽ വിളക്ക് കരിയും ചാരക്കട്ടയും കരിക്കട്ടയുമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ തന്നെ കുറ്റമായിരുന്നു അത് എന്ന് മന്ത്രിച്ചുകൊണ്ട് എല്ലാവരും ചാരമെടുത്ത് തലയിലിട്ടു. വിളക്ക് കരിയെടുത്ത് മുഖത്ത് തേച്ചു, വലത്തെ കണ്ണിലും. ഞാൻ അത്ഭുത സ്തബ്ധനായി. ഞാനൊന്നും ചോദിച്ചില്ല. പ്രഭാതമായപ്പോൾ എല്ലാവരും മുഖം കഴുകി പുതിയ വസ്ത്രം ധരിച്ചു. 3 രാത്രി ഇങ്ങനെ കഴിഞ്ഞു. അവസാനം സഹികെട്ട് ഞാൻ അവരോട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെയും ചാരവും കരിയും തേക്കുന്നതിൻ്റെയും കാരണം ചോദിച്ചു. കഷ്ടം,
നിങ്ങൾ നിർഭാഗ്യവാനാണ്. നിങ്ങളുടെ ഇടത്തെ കണ്ണ് നഷ്ടപ്പെടും, അവർ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ കഥയറിയാനുള്ള ഉത്കണ്ഠ എനിക്ക് അതിലും വലുതാണ് എന്നായി ഞാൻ. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്കും പറ്റിയത് തന്നെ നിനക്കും പറ്റും, നിന്റെ തെറ്റുകൊണ്ട്. പക്ഷെ നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. 10 പേർക്കേ ഇവിടെ സ്ഥലമുള്ളൂ. 11-ാമന് ഇവിടെ സ്ഥലമില്ല. വൃദ്ധൻ ഒരു ചെമ്മരിയാടിൻ്റെ തോൽ കൊണ്ടുവന്ന് എൻ്റെ മേൽ പുതപ്പിച്ചു. ഇനി ആ ടെറസിൽ പോയി നിന്നോളൂ. അപ്പോൾ ഒരു വലിയ പക്ഷി, ആനയെപ്പോലും പൊക്കാൻ ശക്തിയുള്ള ഒന്ന്, നിന്നെ ആടാണെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോവും. എന്നിട്ട് നിന്നെ കൊത്തി തിന്നുവാനായി മനുഷ്യന് എത്താൻ സാധിക്കാത്ത ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറക്കും. അപ്പോൾ നീ ഈ ആട്ടിൻ തോൽ പൊളിച്ചു മാറ്റണം. ആ പക്ഷി മനുഷ്യരെ തിന്നില്ല, അതുകൊണ്ട് നിന്നെ വിടും. നീ അവിടെ നിന്ന് നേരെ നടന്നാൽ ഈ കൊട്ടാരത്തേക്കാൾ 1000 ഇരട്ടി ഭംഗിയുള്ള വൈരവും മുത്തും പതിപ്പിച്ച ചുമരുകളുള്ള ഒരു കൊട്ടാരത്തിലെത്തും. പുറം വാതിൽ തുറന്ന് അകത്ത് കടക്കൂ. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തെ അനുസരിച്ചു. രാജധാനിയിലെത്തി. അതിൻ്റെ സ്വർണ്ണ കമാനത്തിലൂടെ ഞാൻ നടന്നു. ആ വാതിലിന് ചുറ്റുമായി ചന്ദനവും തേക്കും കൊണ്ടുള്ള 90 വാതിലുകൾ ഉണ്ടായിരുന്നു. എല്ലാം തുറന്നിരുന്നത് ഓരോ ഹാളിലേക്കും തോട്ടങ്ങളിലേക്കുമായിരുന്നു. ആദ്യത്തെ ഹാളിലെത്തിയപ്പോൾ അതിസുന്ദരികളായ 40 യുവതികൾ എൻ്റെ ചുറ്റും വന്നു കൂടി. അവരെല്ലാം എന്നെ ഹാർദമായി സൽക്കരിച്ചു. അവരെനിക്ക് വിലപിടിച്ച വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ സുഖമായി 1 കൊല്ലം കഴിച്ചു. 1 കൊല്ലം അവസാനിക്കാറായപ്പോൾ ആ സുന്ദരിമാർ എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, വർഷത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനമ്മമാരെ കാണുന്നതിന് 40 ദിവസം ഇവിടം വിട്ട് താമസിക്കേണ്ടതുണ്ട്. അതിന് സമയമായി. ഇനി ഞങ്ങൾക്ക് വിട തരണം. എന്നാൽ നിങ്ങൾ മടങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ താമസിക്കാം. ശരി എന്ന് പറഞ്ഞ് അവർ ഏതാനും താക്കോലുകൾ എടുത്ത് തന്നു. തോട്ടത്തിന് താഴെയുള്ള ചെമ്പുവാതിൽ മാത്രം തുറക്കരുതെന്ന് പ്രത്യേകം ഉപദേശിച്ചിരുന്നു. അവരെന്നെ പിരിഞ്ഞുപോയി. ഞാൻ രാജധാനി മുഴുവൻ നടന്നു കാണുവാൻ തുടങ്ങി. ആദ്യത്തെ താക്കോലുകൊണ്ട് തോട്ടവാതിൽ തുറന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല പഴങ്ങൾ കായ്ച്ചിരുന്ന മരങ്ങളായിരുന്നു ആ തോട്ടം നിറയെ. ഞാൻ രുചികരങ്ങളായ പഴങ്ങൾ തിന്നു. അത് കഴിഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞു. 2-ാം വാതിൽ തുറന്നു. അതിൽ നാനാ നിറത്തിലും തരത്തിലുമുള്ള പൂവുകളുടെ മേളമായിരുന്നു. അവയുടെ മണവും ഭംഗിയും വർണ്ണിക്കാനാവില്ല. 3-ാം വാതിൽ തുറന്നപ്പോൾ കണ്ടത് വിവിധ നിറങ്ങളിലുള്ള പക്ഷികളെയായിരുന്നു. ഭൂമിയിലെ എല്ലാ പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. അവയുടെ കളകൂജനങ്ങൾ കേട്ട് ഞാൻ ദൈവത്തിന് സ്തുതി പാടി. 4-ാം വാതിൽ തുറന്നത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിലേക്കാണ്. അവിടെ കോണികൾ തേക്കുകൾ കൊണ്ടുള്ള നിരവധി വാതിലുകളിലേക്ക് നയിച്ചിരുന്നു. എല്ലാ വാതിലും സ്വർണവും വെള്ളിയും പൂശിയതായിരുന്നു. ഓരോ വാതിലും ഓരോ ഹാളിലേക്ക് നയിച്ചു. ഓരോ ഹാളും മുത്തും വൈരങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ 40-ാം ദിവസം വരെ ഓരോ വാതിലായി തുറന്നു നോക്കി. അവസാനം ബാക്കി വന്നത് ചെമ്പുവാതിലാണ്. താക്കീത് ഓർമ്മിച്ചെങ്കിലും ചെമ്പുവാതിൽ തുറക്കാൻ എൻ്റെ ബുദ്ധിശൂന്യമായ ജിജ്ഞാസ പ്രേരിപ്പിച്ചു. അവിടെ വ്യാപിച്ചിരുന്ന രൂക്ഷമായൊരു ഗന്ധം എനിക്ക് ചെറിയ ബോധക്കേടുണ്ടാക്കി. ഞാൻ വാതിലിന് പുറത്ത് വീണു. വീണ്ടും എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഉള്ളിലൊരു നല്ല ഹാള് കണ്ടു. അവിടെ സ്വർണ്ണ വിളക്കുകളുടെയും വെള്ളി വിളക്കുകളുടെയും നടുവിൽ ഒരു കറുത്ത കുതിര നിൽക്കുന്നു. തലയിൽ ഒരു വെളുത്ത നക്ഷത്രവുമായി. ഞാൻ ആ കുതിരയുടെ അടുക്കൽ ചെന്ന് അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചു. പക്ഷേ അവൻ അനങ്ങിയില്ല. ഞാൻ സ്വർണ്ണ ചങ്ങല കൊണ്ട് അവനെ അടിച്ചു. പെട്ടെന്ന് കുതിര കരഞ്ഞുകൊണ്ട് അതിൻ്റെ 2 ചിറകുകൾ വിടർത്തി. ചിറകുകൾ അതുവരെ ഞാൻ കണ്ടിരുന്നില്ല. കുതിര എന്നെയും കൊണ്ട് ആ പിച്ചള കൊട്ടാരത്തിൻ്റെ ടെറസിലേക്ക് പറന്നു. അവൻ എന്നെ കുടഞ്ഞെറിഞ്ഞു. ഞാൻ നിലത്ത് വീണു. ഉടനെ അത് എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് എൻ്റെ ഇടത് കണ്ണ് ചിറക് കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് അപ്രത്യക്ഷമായി. ദുസ്സഹ വേദനയോടെ കണ്ണ് പൊത്തി ഞാൻ ടെറസിലിരുന്നു. അപ്പോൾ മുൻപ് എന്നെ അയച്ച 10 യുവാക്കൾ എൻ്റെ നേരെ നടന്നു വന്നു.
നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ ഫലം അനുഭവിച്ചു. ഇനി നിനക്ക് പോകാം. ബാഗ്ദാദിലെ ഖലീഫ നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവർ ബാഗ്ദാദിലേക്കുള്ള വഴി പറഞ്ഞു തന്നു. ഞാൻ രാപ്പകൽ നടന്ന് ഒരു നാടോടിയുടെ വേഷത്തിൽ ബാഗ്ദാദിലെത്തി. അങ്ങനെ ഈ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. ഇവിടെ എത്തുകയും ചെയ്തു. കഥ തീർന്നപ്പോൾ ശരി, നിനക്ക് പോകാം എന്ന് വീട്ടുകാരി പറഞ്ഞു. ഞാൻ പോവില്ല, എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കണം, അവൻ ശഠിച്ചു. ചെറുപ്പക്കാരി ഖലീഫയോടും മന്ത്രിയോടും സേനാനായകനോടും കഥ പറയാൻ ആവശ്യപ്പെട്ടു. മന്ത്രി ആദ്യം വന്നപ്പോൾ പറഞ്ഞ കഥ തന്നെ പറഞ്ഞു. യുവതികൾ എല്ലാവരെയും പോകാൻ അനുവദിച്ചു. നാടോടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പിറ്റേ ദിവസം രാവിലെ ഖലീഫയുടെ മുൻപിൽ കൊണ്ടുവരാനും മന്ത്രിയോട് ആജ്ഞാപിച്ച് ഖലീഫ രാജധാനിയിലേക്ക് മടങ്ങി. രാവിലെ ഖലീഫ സിംഹാസനാരൂഢനായി. മന്ത്രിയോട് ആ 3 സുന്ദരികളെയും നാടോടികളെയും പട്ടികളെയും കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ മുൻപിൽ ഹാജരാക്കി. അദ്ദേഹം ആ യുവതികളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാതെ തന്നെ ഞങ്ങളോട് നല്ലപോലെ പെരുമാറി. ഇപ്പോൾ മനസ്സിലാക്കിക്കോളൂ, ഞാനാണ് ഖലീഫ. എന്നോട് നുണ പറയുന്നത് ബുദ്ധിയല്ല. ഉടനെ മൂത്തവൾ അവളുടെ അസാധാരണമായ കഥ പറയുവാൻ തുടങ്ങി. അപ്പോഴേക്കും നേരം പുലർന്നു. സുബൈദയുടെയും സഹോദരിമാരുടെയും കഥ. 16-ാം രാത്രി കഥ തുടർന്നു. മഹാരാജാവേ, എൻ്റെ കഥ വിചിത്രമാണ്. സുബൈദ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നവളുടെ പേര് അമീന എന്നാണ്. ഇളയവളായ ഫാത്തിമയാണ് പോർട്ടറേയും കൊണ്ട് വന്നത്. 3 സ്ത്രീകളിലായി ഒരാൾക്ക് പിറന്ന മക്കളാണ് ഞങ്ങൾ. എന്നാൽ നിങ്ങൾ കണ്ട പെൺകുട്ടികൾ എൻ്റെ നേരെ സഹോദരിമാരാണ്, ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവർ. അവരിൽ ഇളയവളാണ് ഞാൻ. പിതാവ് മരിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് 5000 പവൻ തന്നു. 2 സഹോദരിമാരും വിവാഹിതരായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ 2 പേരും അവരവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പോയി. വ്യവസായ ആവശ്യത്തിനായി അവർ 1000 പവൻ വീതം എടുത്തിരുന്നു. 4 കൊല്ലം കഴിഞ്ഞു. പണവും ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ട എൻ്റെ സഹോദരിമാർ തിരിച്ചെത്തി. ഞാൻ അവരെ സസന്തോഷം സ്വീകരിച്ചു. എൻ്റെ ഓഹരി കൊണ്ട് ഞങ്ങൾ സുഖമായി കഴിച്ചുകൂട്ടി. രണ്ടാമതും എൻ്റെ സഹോദരിമാർ വിവാഹിതരായി. എന്നാൽ ആ വിവാഹ ജീവിതവും സഫലമായില്ല. എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ സഹോദരിമാരെ ഞാൻ വീണ്ടും സംരക്ഷിച്ചു. ഒരിക്കൽ ഞാൻ ഒരു വാണിജ്യ പര്യടനം നടത്താൻ തീരുമാനിച്ചു. കപ്പലിൽ അവരും എന്നെ പിന്തുടരാൻ തയ്യാറായി. ഞാൻ എൻ്റെ സ്വത്തിൽ ഒരു പകുതിയെ കൊണ്ടുപോയുള്ളൂ, ബാക്കി ഒളിച്ചു വെച്ചു. കപ്പലിൽ യാത്ര പുറപ്പെട്ട ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടെ കച്ചവടത്തിനിറങ്ങിയ ഞങ്ങൾ കണ്ടത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം കറുത്ത കല്ലുകളായി കാണപ്പെട്ടു. അങ്ങാടിത്തെരുവിൽ കൂടി നടന്ന ഞങ്ങൾ സ്വർണവും വെള്ളിയുമൊക്കെ കുന്നുകൂടിയിരിക്കുന്നത് കണ്ടു. കാഴ്ച കണ്ട് ഞങ്ങൾ ഓരോ വഴിക്ക് നടന്നു. ഞാൻ എത്തിച്ചേർന്നത് ഒരു കൊട്ടാരത്തിലാണ്. അവിടുത്തെ രാജാവും മന്ത്രിമാരും രാജ്ഞിയും പരിചാരകരുമെല്ലാം കറുത്ത കല്ലുകളായി രൂപാന്തരപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ വസ്ത്രങ്ങൾക്കോ ആഭരണങ്ങൾക്കോ ഒരു മാറ്റവും വന്നിരുന്നില്ല. വൈരവും മുത്തും പതിച്ച കിടക്കയുള്ള ഒരു ചെറിയ മുറിയിലെത്തി. അവിടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ വലുപ്പത്തിൽ ഒരു വൈരക്കല്ല് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ മുറിയിലെ യവനികകളും വിരിപ്പുകളും പരവതാനികളും കണ്ണഞ്ചിക്കുന്നവയായിരുന്നു. വളരെ വിലപിടിച്ചതും ഖുർആൻ വായിച്ചുകൊണ്ട് ഒരു യുവാവ് ആ മുറിയിൽ ഇരുന്നിരുന്നു. അയാൾക്ക് മാത്രം മാറ്റം വന്നിരുന്നില്ല. ഞാൻ അയാളെ വന്ദിച്ചു. അയാൾ എന്നെ അഭിവാദനം ചെയ്തു. പ്രശാന്തനായിരുന്ന അയാളുടെ രൂപസുകുമാര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ ആ നഗരത്തിൻ്റെ കഥ പറഞ്ഞു. ഞാനിവിടുത്തെ രാജകുമാരനാണ്. എൻ്റെ അച്ഛനും അമ്മയുമാണ് ശിലയായി നിൽക്കുന്ന ആ രാജാവും രാജ്ഞിയും. ഞങ്ങളെല്ലാവരും മാജിയൻസാണ്. അള്ളാഹുവിനെ ഉപേക്ഷിച്ച് അഗ്നിയെ ആരാധിക്കുന്ന കൂട്ടർ. എൻ്റെ അച്ഛനും നാട്ടുകാരും അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. പക്ഷേ എനിക്ക് വൃദ്ധയായ ഒരായയുണ്ടായിരുന്നു. അവർ പുറമേ അച്ഛനെ അനുസരിപ്പിച്ചിരുന്നെങ്കിലും രഹസ്യമായി ഇസ്ലാം മത സിദ്ധാന്തങ്ങളും ഖുറാനുമൊക്കെ പഠിച്ചു. ഈ രഹസ്യം
അച്ഛനെ അറിയിക്കാതെ ഞാൻ കഴിച്ചുകൂട്ടി. ആയ മരിച്ചുപോയി. നഗരത്തിൽ സത്യത്തിനോ നീതിക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു അശരീരി കേട്ടു, നിങ്ങൾ അഗ്നിയെ ആരാധിക്കണ്ട, അള്ളാഹുവിനെ ആരാധിക്കുക. പക്ഷേ എൻ്റെ നാട്ടുകാരും പിതാവും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. 2-3 പ്രാവശ്യം ഈ അശരീരി ഉണ്ടായി. ഒടുവിൽ ഒരു ദിവസം രാവിലെ എല്ലാവരും ഇങ്ങനെ കറുത്ത കല്ലുകളായി തീർന്നു. എനിക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. അന്നു മുതൽ ഞാൻ ഈ മുറിയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിച്ചു കൂട്ടുകയാണ്. എനിക്ക് ഈ ഏകാന്ത ജീവിതം മടുത്തു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കൂടെ വരാൻ അപേക്ഷിച്ചു. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ തിരിച്ചെത്തിയ എന്നോട് സഹോദരിമാർക്ക് കടുത്ത അസൂയ തോന്നി. ഞങ്ങൾ വിവാഹിതരായി. ഒരു ദിവസം ഉറങ്ങിക്കിടന്നിരുന്ന ഞങ്ങളെ അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. നീന്തലറിയാത്ത അദ്ദേഹം അപ്പോൾ തന്നെ മുങ്ങിച്ചത്തു. എന്നെ ഒരു മരത്തടി കരയിലെത്തിച്ചു. അവിടെ വസ്ത്രമുണക്കിക്കൊണ്ടിരുന്ന ഞാൻ കണ്ടത് ഒരു വലിയ സർപ്പം മറ്റൊന്നിനെ ഓടിച്ചു കൊണ്ടുവരുന്നതാണ്. ദയ തോന്നിയ ഞാൻ ആ വലിയ സർപ്പത്തെ ഒരു കല്ലെറിഞ്ഞു കൊന്നു. ഉടനെ മറ്റേത് ഉയർന്ന് പറന്നുപോയി. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഉണർന്നപ്പോൾ എൻ്റെ കാൽക്കൽ ഒരു സുന്ദരി ഇരിപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാനാണ് നീ രക്ഷിച്ച ആ സർപ്പം. ഞാനൊരു പെൺഭൂതമാണ്. എന്നെ ഉപദ്രവിച്ചിരുന്ന ആൺഭൂതത്തെയാണ് നീ കൊന്നത്. അതിനു പകരം എൻ്റെ സകല സ്വത്തും കപ്പലിൽ നിന്നും വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആ 2 സഹോദരിമാരെയും പട്ടികളായി മാറ്റിയിട്ടുമുണ്ട്. അവർ എന്നെ എൻ്റെ വീട്ടിൽ സുരക്ഷിതയായി എത്തിച്ചു. ദിവസവും ചാട്ട കൊണ്ട് വഞ്ചകികളായ ഈ സഹോദരിമാരെ 300 പ്രാവശ്യം അടിച്ചില്ലെങ്കിൽ എന്നെയും പട്ടിയാക്കുമെന്ന് പറഞ്ഞാണ് അവൾ അപ്രത്യക്ഷയായത്. ഭൂതം കൽപ്പിച്ച പോലെ ഇന്നും ചെയ്തു വരുന്നു. ഖലീഫ 2ാമത്തെ സഹോദരിയായ അമീനയോട് കഥ പറയാൻ ആവശ്യപ്പെട്ടു. അമീനയുടെ കഥ. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് ധാരാളം സ്വത്ത് തന്നിരുന്നു. എൻ്റെ ഭർത്താവ് വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹം കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തിനകം മരിച്ചു. ഞാൻ എൻ്റെ ധനം ചിലവാക്കി 10 വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഓരോന്നിനും 10,000 രൂപ വിലമതിക്കും. ഒരു ദിവസം എൻ്റെ അടുത്ത് വിരൂപയായ ഒരു വൃദ്ധ വന്നു പറഞ്ഞു, എൻ്റെ അനാഥയായ മകളുടെ കല്യാണമാണ് ഇന്ന് രാത്രി. നീ അവിടെ വന്ന് അവളെ അനുഗ്രഹിക്കണം. അവൾ ആരുമില്ലാത്തവളാണ്. വൃദ്ധയുടെ അവസ്ഥയിൽ അലിവ് തോന്നിയ ഞാൻ അതിന് സമ്മതിച്ചു. അവൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ എൻ്റെ വിലപ്പെട്ട വസ്ത്രങ്ങളിൽ ഒന്ന് ധരിച്ച് അടിമകളെയും കൂട്ടിപ്പോയി. ഞങ്ങൾ ഒരു വലിയ കവാടത്തിന് മുമ്പിലെത്തി. വൃദ്ധ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ കണ്ടത് നിറയെ രത്നചിത്രങ്ങളായ പരവതാനികൾ വിരിച്ച ഒരു വഴിയായിരുന്നു. ആ വഴി ചെന്നെത്തിയത് അതിമനോഹരാജ്ഞമായ ഒരു ഹാളിലായിരുന്നു. അവിടെ ആഡംബരങ്ങൾ വർണ്ണനാതീതമായിരുന്നു. അവിടെ ചന്ദ്രനെ പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീ എന്നെ സ്വാഗതം ചെയ്തു. അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു സഹോദരനുണ്ട്. അവൻ നിന്നെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവൻ അതിസുന്ദരനാണ്. അവൻ നിന്നിൽ ഭ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവരാൻ വൃദ്ധയെ അയച്ചത്. അവനെ നീ വിവാഹം ചെയ്തേ പറ്റൂ. ആ വീട്ടിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ സമ്മതിച്ചു. ഉടനെ അതിസുന്ദരനായ ഒരു രാജകുമാരൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അധീനമായി. ഞങ്ങളുടെ വിവാഹം മംഗളമായി അവിടെ വെച്ച് തന്നെ നടന്നു. അദ്ദേഹം എന്നെക്കൊണ്ട് വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു, ഒരിക്കലും അദ്ദേഹത്തെ വഞ്ചിക്കുകയില്ലെന്ന്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ ആ വൃദ്ധയും ഒരുമിച്ച് വസ്ത്രങ്ങൾ വാങ്ങാനായി അങ്ങാടിയിലേക്ക് പോയി. വൃദ്ധ ഒരു ചെറുപ്പക്കാരനായ കച്ചവടക്കാരൻ്റെ പീടികയിലേക്ക് എന്നെ കൊണ്ടുപോയി. അയാൾ അവരുടെ പരിചയക്കാരനായിരുന്നു. അയാളെപ്പറ്റി അവർ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ഒടുവിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് പണം നീട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പണം വേണ്ട, നിന്റെ ഒരു ചുംബനം മതി. അത് ഈ കടയിലെ ഏറ്റവും വിലപിടിച്ച സാധനങ്ങളെക്കാൾ വിലയുറ്റതാണ്. ഒടുവിൽ ആ വൃദ്ധയുടെ പ്രോത്സാഹനവും എല്ലാം കൂടി ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അയാൾക്ക് ഒരു ചുംബനം നൽകാൻ തയ്യാറായി. എന്നാൽ എൻ്റെ വിചാരത്തിന് വിപരീതമായി അയാൾ എൻ്റെ കവിളിൽ അമർത്തി കടിച്ചു കളഞ്ഞു. മുറിവിൻ്റെ വേദനയോടെ ഞാൻ ബോധം കെട്ട് വീണു. ബോധക്കേടിൽ നിന്നുണർന്ന ഞാൻ
ഒരുവിധം വൃദ്ധയെയും കൂട്ടി വീട്ടിലെത്തി. എൻ്റെ ഭർത്താവ് കവിളിലെ മുറിവ് കണ്ടുപിടിച്ചു. കാരണവും ആരാഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വഴിയിൽ കൂടി പോകുമ്പോൾ വിറകും ചുമന്ന് കൊണ്ടുവന്നിരുന്ന ഒരു ഒട്ടകം കാരണം എൻ്റെ മൂടുപടം കീറി കവിളിൽ മുറിവുണ്ടായി എന്ന്. ശരി, ഞാൻ നാളെ തന്നെ ഗവർണറോട് ആവലാതി ബോധിപ്പിക്കാം, എല്ലാ വിറക് വിൽപ്പനക്കാരെയും തൂക്കിലിടാൻ എന്നായി അദ്ദേഹം. അയ്യോ, അങ്ങ് ആരെയും ഉപദ്രവിക്കല്ലേ. സത്യം ഇതാണ്, ഞാനൊരു കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. കഴുത വിരണ്ടോടിയപ്പോൾ ഞാൻ വീണ് മുറിവ് പറ്റിയതാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, നാളെ ഞാൻ എല്ലാ കഴുതക്കാരെയും കൊന്നുകളയാം. അയ്യോ, ഇതെല്ലാം ദൈവനിശ്ചയമല്ലേ, അവരെ കൊല്ലരുത് എന്നായി ഞാൻ. അദ്ദേഹത്തിൻ്റെ മുഖം ക്രോധപൂർണമായി. എന്നെ പിടിച്ചു തള്ളി നിലത്തിട്ടു. അപ്പോഴേക്കും അവിടെ കുറേ കറുത്ത അടിമകൾ പ്രത്യക്ഷരായി. ഒരാൾ എൻ്റെ മുതുകിൽ കയറി, മറ്റേയാൾ കാൽമുട്ടമർത്തി, മറ്റൊരുവൻ വാളുമായി എന്നെ വെട്ടാനെത്തി. എന്നെ വെട്ടി തുണ്ടം തുണ്ടമാക്കി ടൈഗ്രിസ് നദിയിലെ മത്സ്യങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാനാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ രോദനം കൊണ്ട് ഒന്നും ഫലമുണ്ടായില്ല. എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ ഭർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. അപ്പോഴേക്കും ആ വൃദ്ധ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. അവളുടെ ജീവൻ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചു. വൃദ്ധ അദ്ദേഹത്തിൻ്റെ ആയയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഒരു വടിയെടുത്ത് എന്നെ അടിച്ചടിച്ച് ബോധം കെടുത്തി. ആ അടികളുടെ പാടുകൾ എൻ്റെ കുറ്റത്തെ വിളിച്ചോതിക്കൊണ്ട് തെളിഞ്ഞു കിടക്കും. ബോധം കെട്ട എന്നെ അവർ എൻ്റെ പഴയ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. എൻ്റെ മുറിവുകൾ കരിയാൻ 4 മാസം വേണ്ടി വന്നു. അപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ സ്ഥിതി ദുസ്സഹമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജ്യേഷ്ഠത്തിയായ സുബൈദയുടെ അടുക്കലെത്തി. ആ സഹോദരി എന്നെ സസന്തോഷം സ്വീകരിച്ചു. അവരുടെയും പട്ടികളുടെയും കഥ എനിക്ക് വിവരിച്ചു തന്നു. പിന്നീടാണ് ഈ 3ാമത്തെ സഹോദരി ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നത്. അവളാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരുന്നത്. ഖലീഫ ഈ കഥകൾ കേട്ട് ആശ്ചര്യഭരിതനായി. അദ്ദേഹം സുബൈദയോട്, നിനക്ക് നിന്റെ സഹോദരികളെ പട്ടികളാക്കിയ ഭൂതത്തിൻ്റെ വല്ല വിവരവുമുണ്ടോ എന്ന് ചോദിച്ചു. ഓ, ആ ഭൂതം എൻ്റെ കയ്യിൽ ഒരു തലമുടിക്കെട്ട് തന്നിട്ടുണ്ട്. ഈ മുടി കുറച്ച് കത്തിച്ചാൽ അവളിവിടെ പ്രത്യക്ഷയാകും. ഖലീഫ ആ മുടിയിൽ കുറച്ചെടുത്ത് കത്തിച്ചു. ഉടനെ രാജധാനി മുഴുവൻ കുലുങ്ങുന്ന വിധം ശബ്ദം മുഴക്കിക്കൊണ്ട് ഭൂതം അവിടെ എത്തി. ഖലീഫയുടെ ആജ്ഞയെ മാനിച്ച് ദൈവവിശ്വാസിയായ ആ ഭൂതം 2 പട്ടികൾക്കും അവരുടെ മനുഷ്യരൂപം തിരിച്ചു കൊടുത്തു. 2ാമത്തവളായ അമീനയെ വിവാഹം കഴിച്ചതും കവളിലെ മുറിവിനെ ചൊല്ലി അടിച്ചവശയാക്കി പുറന്തള്ളിയതും ഖലീഫയുടെ മകൻ തന്നെയാണെന്ന് ഭൂതം പറഞ്ഞു. ഖലീഫ ഉടൻ തന്നെ മകനെ വിളിപ്പിച്ച് കഥ മുഴുവനും പറഞ്ഞു. മകനെ കൊണ്ട് വീണ്ടും അവളെ വിവാഹം ചെയ്യിച്ചു. സുബൈദയെയും രൂപം തിരിച്ചു കിട്ടിയ സഹോദരിമാരെയും ആ 3 നാടോടികളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ശേഷിച്ച 3ാമത്തെ സുന്ദരിയായ ഫാത്തിമയെ ഖലീഫയായ ഹാറൂൺ അൽ റഷീദ് തന്നെ വിവാഹം ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും കാര്യം സുഖമായി കലാശിച്ചു. അടുത്തത് 3 ആപ്പിളുകളും റൈഹാൻ എന്ന നീഗ്രോയുടെയും കഥയാണ്.